സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതത്തിലും വിവിധ ഫണ്ടുകളിലും നഗരസഭയോട് കടുത്ത അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് LDF മുനിസിപ്പൽ കൗൺസിലർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനാണ് വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ശശിയുടെ നേതൃത്വത്തിൽ 28 കൗൺസിലർമാർ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടത്. വിവിധ ഫണ്ടുകളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കോടികളുടെ കുറവാണ് സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നതെന്ന് ഭരണസമിതി ചൂണ്ടിക്കാണിക്കുന്നു. വികസന ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിലൂടെ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയിലാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്ത് ഉയർത്തുമെന്നും നഗരസഭാ ചെയർമാനും കൗൺസിലർമാരും പറഞ്ഞു. കഴിഞ്ഞ LDFന്റെ ബഡ്ജറ്റിൽ കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 17,901 കോടി രൂപയാണ് അലോക്കേഷൻ. എന്നാൽ ഈ പ്രാവശ്യം UDF ഗവൺമെൻറ് വന്നപ്പോൾ അത് 16,364 കോടിയാക്കി കുറച്ച് ഏകദേശം 1,534 കോടിയുടെ കുറവാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ആ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ആകെ അവതാളത്തിലാക്കിയ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വടകര മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 9,58,73,000 നേരത്തെ LDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് 2,85,81,000 കുറച്ച് ഏകദേശം 7 കോടിയോളം ഉറുപ്പിയുടെ കുറവാണ് ബഡ്ജറ്റിൽ കുറച്ചിട്ടുള്ളത്. SSCP ഫണ്ടിൽ 55,30,000 നേരത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള അലോക്കേഷൻ. അത് 47,01,000 രൂപയാക്കി ഈ പ്രാവശ്യം കുറച്ച് ഏകദേശം കുറഞ്ഞത് ഏകദേശം 66,000 കുറവാണ് ഈ പ്രാവശ്യം വരുത്തിയിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ റോഡുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് മിഷൻ പദ്ധതി, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ തന്നെ എല്ലാം അവതാളത്തിലാകുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ അലോക്കേഷൻ കുറച്ചിട്ടുള്ളത്. അതിനെതിരായിട്ടാണ് നാളെ 30-ാം തീയതി കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ LDFൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളാകെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന്, പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. വടകര മുനിസിപ്പാലിറ്റിയിലുള്ള 28 LDFൻ്റെ കൗൺസിലർമാരും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം എത്തിച്ചേർന്നിട്ടുള്ളതാണ്. എന്തായാലും ഞങ്ങളുടെ ആവശ്യം ഈ സമരത്തോടുകൂടി ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കി ഈ മുനിസിപ്പാലിറ്റികളുടെ ഈ സുഗമമായിട്ടുള്ള മുമ്പോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ UDF ഗവൺമെൻറ് നടത്തണം എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിൽ കൂടി ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നുള്ളതാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.